അങ്ങനെ അഗ്നിപരീക്ഷയിൽ അവസാനം റാങ്കിങ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അടി ഇടി വെട്ടി പോകാന്നൊക്കെ പറയുന്ന പോലെ അവസാനം ജഡ്ജസ് ഒക്കെ ദേഷ്യപ്പെട്ടിട്ട് ആ ഫസ്റ്റ് നിൽക്കുന്ന 3 പേരല്ല 4 പേരും മാറിക്കോ, ഒരെണ്ണം അവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജഡ്ജസിന്റെ കുറച്ച് ഷോ അതിൽ കാണിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് ഷോ ഓഫ് കണ്ടതാണല്ലോ, അതിന് നമ്മൾ ചർച്ച ചെയ്തില്ല. ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജഡ്ജസിന്റെ ഷോ ഓഫുകൾ, അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് ജഡ്ജസ് ആണ് ഇപ്പൊ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കണ്ടസ്റ്റൻസിനെ വലിയ കുറ്റം പറയാനായിട്ടൊന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് നമ്മുടെ മലയാളം ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന കണ്ടസ്റ്റൻസിനെയാണ് നമ്മൾ എപ്പോഴും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കുറ്റം പറയുന്നത്. പക്ഷേ ഈ അഗ്നിപരീക്ഷ എന്ന ഷോ തന്നെ ഫ്ലോപ്പ് ആയിപ്പോയി. ഇതിൽ ഈ ഇവറ്റ ഷോ ഓഫ് കാരണം, അതായത് ഈ ജഡ്ജസിന്റെ അസഹനീയമായ ജഡ്ജ്മെന്റ് കാരണം മലയാളത്തിൽ പലരും ഇപ്പോൾ അഗ്നിപരീക്ഷകൾ കാണുന്നില്ല. കാരണം ഇവരുടെ കളി തന്നെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടിൻഡു അജീഷ്. ഇതേ ജഡ്ജസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ട് ഇഷ്ടങ്ങളാണ്. പക്ഷെ ജഡ്ജസിന്റെ പെരുമാറ്റം കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അവിടെ വന്നിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ അടിമകളെ പോലെ പണിയെടുക്കാനായിട്ടുള്ള ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു എതിർവാക്ക് പറയാൻ പോലും യോഗ്യതയില്ലാതെ നിൽക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അവിടെ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇന്നലത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ആ തുടക്കത്തിൽ തന്നെ റെനിഷയുടെ ഫേസ് ആയിക്കോട്ടെ, രഞ്ജിനിയുടെ ഫേസ് ആയിക്കോട്ടെ, എല്ലാവരും ഫേസ് കെട്ട് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിയ കളികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് അതിലൊരു ഒരു കാരണം കിട്ടി. പിന്നെ എന്തിനാണ് ഈ ടാസ്ക് ബുക്ക് എന്നാണ് എനിക്ക് മനസ്സിലാത്തത്. ഒരു ടാസ്ക് ബുക്ക് കൊടുക്കുന്ന ആ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇവർ ടാസ്ക് ബുക്ക് കൊടുക്കുന്നത്. പക്ഷേ ഏതൊരു ഗെയിംസ് എടുത്തു നോക്കിയാലും ആ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജഡ്ജസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അത് മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസമുള്ളവർ വിശ്വാസമില്ലാത്തവർ, ഇതായിരുന്നല്ലോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് അവസാനം വരെ ഇപ്പൊ വിശ്വാസമുള്ളത് എല്ലാവരും വിശ്വസിച്ച് സെയിം അതാത് കളറിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരാൾ പോലും ഔട്ട് ആയില്ല എങ്കിൽ ഔട്ടാകുന്ന വ്യക്തിയെ നറുക്കെടുപ്പിലൂടെ നമുക്ക് തീരുമാനിക്കാം എന്നാണ് ജഡ്ജസ് പറയുന്നത്. അങ്ങനെയാണ് ലൊലീറ്റയും അതുപോലെ തന്നെ മറ്റാളും കൂടി ഔട്ട് ആയത് ആ ഒരു ഇതിനകത്ത് നിന്ന്. അപ്പൊ അവസാനം വന്നിരിക്കുന്നത് ഷിജുലാലും അതുപോലെ തന്നെ ഷാമോനുമാണ്. നറുക്കിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്ന ആ ഒരു ബോണ്ട് അവരവിടെ അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കാരണം അത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ്. ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് അവിടെയുള്ളവർക്ക് തീരുമാനിക്കാം. അവിടെ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ട് അവർ പരസ്പരം വേറൊരു രീതിക്ക് കളിച്ചിരുന്നുവെങ്കിൽ കളിക്ക് വലിയ ത്രില്ല് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവർ അവരുടേതായ രീതിക്ക് ഗെയിം കളിച്ചു, പറഞ്ഞിരിക്കുന്ന റൂൾസ് മൊത്തം ബ്രേക്ക് ചെയ്ത് ജഡ്ജ് അവിടെ ഒരു ഷോ ഓഫ് കാണിച്ചു, ഇറങ്ങിപ്പോയി. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഇത്രയേറെ ശമ്പളങ്ങൾ തന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ഒരു ഷോ നടത്തുന്നത് നിങ്ങളുടെ അഹങ്കാരം കണ്ടുകൊണ്ടിരിക്കാനല്ല, അങ്ങനെ ഇങ്ങനെ അവർ കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലൊരു ഷോ നടത്തുന്നതിന് ഇവർ ഉദ്ദേശിച്ച ഒരു TRPയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് വേണം വാസ്തവത്തിൽ പറയാനായിട്ട്. കാരണം അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഷോ പക്ക ഫ്ലോപ്പായി. അഗ്നിപരീക്ഷ മലയാളം എന്ന് പറയുന്ന ഷോ പക്ക ഫ്ലോപ്പായി പോയി. കാരണം ഇപ്പം തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം ഈ 4 ലാംഗ്വേജസ് നടത്തുന്നത് ഒരേ രീതിയിലാണ്. അപ്പോൾ തീർച്ചയായും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് എപ്പിസോഡുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകൾ ഇപ്പം റിവ്യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ മറ്റുള്ള ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും അത് പോയി കാണുന്നുണ്ട്. അവർ നമുക്ക് അതും ഇതും കൂടി കമ്പാരിറ്റീവ്ലി നോക്കുമ്പം ഇതൊന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്കിൽ പോലും ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു മിനി ബിഗ് ബോസ് എന്ന് പറയുന്ന അഗ്നിപരീക്ഷ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന കണ്ടസ്റ്റൻസിന് അവരെങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ട്രെയിനിങ് സെക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് അവിടെ വന്നിരിക്കുന്ന ജനങ്ങളെ അപമാനിച്ചു വിടുന്ന തരത്തിലേക്കായി പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ നിൽക്കുന്ന ഈ ഒരു കണ്ടസ്റ്റൻസ് അവർ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവരൊരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിലപാടുകളൊക്കെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന വ്യക്തികളാണ്. അപ്പം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടസ്റ്റന്റ് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വായടപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ കാണുമ്പോഴാണ് വെറുപ്പ് തോന്നുന്നത്. കാരണം അവരുടെ നിലപാടുകൾ എന്താണെന്നും കൂടി ജനങ്ങൾ അറിയട്ടെ, എങ്കിലല്ലേ നമുക്ക് ആ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റുള്ളൂ. മൈ ടൈം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ഇപ്പം ജഡ്ജസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഒന്നും ഈ ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. കാരണം അവിടെ ജഡ്ജസ് ഒച്ചയുയർത്തി ഷൗട്ട് ചെയ്യുന്നു, നിർത്തടോ ഇറങ്ങടോ പോടോ എന്നൊക്കെ ഇവരുടെ ഈ കാട്ടായം കാണുമ്പോൾ നമുക്ക് ഏത് വ്യക്തിക്കാണ് നമുക്ക് വോട്ട് കൊടുക്കാൻ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഇറിറ്റേഷൻ തോന്നുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ജഡ്ജസ് തന്നെയായിരിക്കും. അവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോടിക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു ഷോ നടത്തുമ്പോൾ നമുക്കും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് അത് വേണം. ഇപ്പോൾ ഒരു മറ്റേ റാങ്കിങ് ടാസ്ക് വരുന്നുണ്ട്. ആ റാങ്കിങ് ടാസ്കിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ ഒരു റാങ്കിങ് പൊസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം
നമുക്ക് പറഞ്ഞ് മാറ്റി ഓരോ സ്ഥലത്തേക്ക് നിർത്താം. അതിപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് നിൽക്കുന്നെങ്കിൽ ബിഗ് ബോസ് അതിനൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് അധികാരം നമുക്കാണ്. നമ്മളാണ് ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്. നിങ്ങളാണ് ശരിയാണ് അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ നിർത്തി ഇറങ്ങിപ്പോ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അപമാനിച്ച് ആട്ടി വിടുന്നത് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആ ഒരു സാധാരണ പ്രേക്ഷകരെന്ന നിലയ്ക്ക്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലുള്ള ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിന് ബിഗ് ഫാൻസ് ആണ്. ഏത് എപ്പിസോഡ് ആണെങ്കിലും എല്ലാ വർഷത്തെ ഇപ്പോൾ ഈ എപ്പിസോഡ് സീസൺ 8 ആണെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വരട്ടെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അല്ലാതെ ഈ അഗ്നിപരീക്ഷയോട് ഒരു ഇഷ്ടവും അവർക്ക് തോന്നിയിട്ടില്ല. അതായത് ജനങ്ങൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഷോ സ്വീകരിച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.